ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ വിഭവം എന്താണെന്ന് വെച്ചാൽ ഇതാ നമ്മുടെ നല്ല അടിപൊളി നെയ്ച്ചോറല്ല ഇട്ടത്. ഇത് തേങ്ങാച്ചോറാണ്. തേങ്ങാച്ചോറിൽ ഞാൻ ഉള്ളി, ക്യാരറ്റ്, നെയ്യ് എല്ലാം ചേർത്ത് നല്ല അടിപൊളി ഒരു നെയ്ച്ചോറുണ്ടാക്കി. നെയ്ച്ചോറല്ല, തേങ്ങാച്ചോറ്. അപ്പോൾ നമുക്ക് അതിലേക്ക് ഞാനിന്ന് ഉണ്ടാക്കിയത് എന്താണെന്ന് വെച്ചാൽ ചിക്കൻ കറി കേട്ടോ. ചിക്കൻ കറി, അടിപൊളി ചിക്കൻ കറി, തേങ്ങയൊക്കെ വറുത്തരച്ച നല്ല ചിക്കൻ കറി ഉണ്ടാക്കിന്. ഞാനിന്ന് സമയം കുറച്ച് വൈകിപ്പോയി, നല്ല മഴയാണ് പോലെ. അപ്പം ഞാൻ വിചാരിച്ച് എല്ലാ പണിയും കഴിഞ്ഞിട്ട് ആഹാരം കഴിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ സമയം 3 മണിയാവാനായി. എന്നാലും വേണ്ടില്ല, എനിക്ക് വിശപ്പൊന്നും വല്ലാതെ ഇല്ലായിരുന്നു. പിന്നെ ഞാനത് ചിക്കൻ കറി വെച്ച് ഇനി പയറുപ്പേരി കേട്ടോ. ചെറിയൊരു തോരനും ഉണ്ടാക്കട്ടെ വിചാരിച്ച്. പയർ തോരന്. പിന്നെ ഞാൻ ഇതുണ്ട് ബീഫ് അച്ചാറിട്ടത്. അപ്പം ബീഫ് അച്ചാറിട്ടതും കൂട്ടിയിട്ട് അടിക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് ബീഫ് അച്ചാറ്. ഇപ്പം കുറച്ച് മതി. ബീഫ് അച്ചാറാകുമ്പോഴേ പ്രഷറൊക്കെ ഉണ്ടെങ്കിൽ പ്രശ്നമാണല്ലോ. പിന്നെ അതിൻ്റെ കൂടെ 3 കാന്താരിയും, വെള്ളക്കാന്താരി കേട്ടോ, കാന്താരി. അപ്പം ഇതാണ് ഇന്ന് എൻ്റെ ഉച്ചക്കത്തെ ഫുഡ്. അത് കഴിഞ്ഞിട്ട് ഞാനിതാ ചെമ്പരത്തി കൊണ്ടുവച്ചത്. എനിക്ക് ചെമ്പരത്തി ചായ ഉണ്ടാക്കി കുടിക്കണം. അപ്പം ബീഫ് കഷ്ണങ്ങൾ, ബീഫ് അച്ചാറും ചിക്കനും പിന്നെ പയറും എല്ലാം കൂട്ടി ഒന്ന് പിടിക്കട്ടെ. നല്ല കോമ്പിനേഷനാണ് ചിക്കൻ കറിയും തേങ്ങാച്ചോറും. അപ്പം ഒരു എരിവിന് വേണ്ടിയിട്ട് ഒരു കാന്താരി കടിക്കണം. എൻ്റെ അമ്മോ, എന്താ എരിവ്! അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ്. എന്നാൽ ഞാൻ ഭക്ഷണം കഴിക്കാൻ പോട്ടെ.